പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് തകരാറെന്ന പരാതിയുമായി ഉപഭോക്താവിന്റെ പ്രതിഷേധം. കോട്ടയം മാടപ്പള്ളി സ്വദേശി പ്രമോദ് കുമാറും കുടുംബവുമാണ് ഷോറൂമിലെത്തി പ്രതിഷേധിച്ചത്. മണിക്കൂറുകളോളം ഓഫീസിന്റെ നിലത്തിരുന്ന കുടുംബത്തിന് ഒടുവിൽ അധികൃതർ തകരാറ് പരിഹരിച്ചു നൽകി. ഓടാൻ തുടങ്ങി അന്നൊരു ഏകദേശം 4:30 വൈകുന്നേരം 4:30 ഈ വണ്ടിയുടെ ആക്സിൽ ഒരു വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു, ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ടപ്പം ഉടനെ തന്നെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും അന്നത്തെ ദിവസം ആരും വന്നുമില്ല. ഞാൻ വണ്ടി വഴി കിടക്കാതിരിക്കാൻ വേണ്ടി വേറൊരു വീട്ടിൽ, കാരണം എനിക്ക് നാണക്കേടാണ്, എടുത്തുകൊണ്ട് വന്ന് ഓടാൻ വന്ന അന്ന് തന്നെ ഈ കമ്പനി ആപ്പയുടെ ഒരു കമ്പനിയാണ്, പിയാജിയോ കമ്പനിയുടെ ഒരു വണ്ടി വഴി കിടക്കാന്ന് പറഞ്ഞാൽ എനിക്കും നാണക്കേടാണ്, കമ്പനിക്കും നാണക്കേടാണ്. ഞാൻ അജിത് ബാബുണ്ട് കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി. അജിത്, എന്താണ് ഈ തകരാറുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി നൽകുന്ന വിശദീകരണം? സോന ജോസഫ്, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത്. ഈ കുടുംബം അത്തരത്തിലൊരു മാതൃകയാണ് കാണിച്ചത്. നേരിട്ട് ഈ കമ്പനിയെ നിരവധി തവണ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് ഫോൺ വിളിക്കാൻ ഉൾപ്പെടെ ശ്രമിച്ചു. പക്ഷേ ഫോൺ എടുക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പലതവണ ബന്ധപ്പെടുമ്പോഴും പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിയുന്ന ഒരു സാഹചര്യം. പള്ളി സ്വദേശിയായിട്ടുള്ള പ്രമോദ് കുമാറും ഭാര്യയും മകളും 75 വയസ്സുള്ള മാതാവും ഒരുമിച്ച് ഇവിടേക്ക് എത്തി അവിടെ നിലത്തിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുള്ളത്. ഒരു ആവേശകരമായ സമരം കൂടിയാണ്. കാരണം ഒരു കുടുംബം അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി അതിന് മാന്യമായ പരിഗണന, അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിനെ തുടർന്ന് അതിന് മുമ്പിലെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഗത്യന്തരമില്ലാതെയാണ് ഈ അടിയന്തരമായി തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ഈ ഓട്ടോ നന്നാക്കി കൊടുത്തത്. ഇത് നേരത്തെ തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പ്രതിഷേധം കൊണ്ട് മാത്രമേ ശരിയാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് ഈ കുടുംബം മനോഹരമായി സമൂഹത്തോട് പറയുകയും കൂടെ ചെയ്യുകയാണ്. ശരി അജിത് ബാബു.